ഹായ് വെൽക്കം ബാക്ക് ടു റാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ 500 രൂപയ്ക്ക് 10 റോസ് എന്നുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേരാണ് ആ ഒരു ഓഫർ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1000 പേര് അടുപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് അതേ എമൗണ്ടിന് വീണ്ടും ഒരു ഓഫറാണ്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് എലിസബത്ത് റോസാണ് കേട്ടോ. ഇതാണ് കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്ന എലിസബത്ത് റോസ്. രണ്ടാമതായിട്ട് യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ. ഈ കാണുന്ന സൈസിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. എല്ലാം ഈ സൈസിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ ഇത് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്നാൽ മാത്രമേ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്താണെന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ സൈസ് കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഏകദേശം ഈ ഒരു പ്ലാന്റിൻ്റെ സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. അടുത്തത് ഡബിൾ പെറ്റൽ ക്രേപ്പറാണ്. ഇതാണ് ക്രേപ്പർ. അടിപൊളി പ്ലാന്റാണ് കേട്ടോ. നിറയെ ഇങ്ങനെ മുട്ടുകൾ വന്നിട്ട് ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. കണ്ടില്ലേ, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് മജന്ത കോമ്പിനേഷനിലാണ് പൂക്കൾ വരുന്നത്. കൊലയായിട്ട് തന്നെ പൂക്കളുണ്ടാവും. ഈ ഒരു ഓഫറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 500 രൂപയ്ക്ക് 10 റോസാണ് വരുന്നത്. 500 രൂപ പ്ലസ് കൊറിയർ ചാർജ് ഉണ്ടാവും. കൊറിയർ ചാർജ് 130 റുപ്പീസാണ് കൊറിയർ ചാർജ് വരുന്നത്. വേറൊന്നുമല്ല, ഏകദേശം നമ്മൾ അയക്കുന്ന പാക്കറ്റ് 2-3 കിലോ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര എമൗണ്ട് വരുന്നത് കേട്ടോ. എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 1 കിലോയ്ക്ക് 80 രൂപ റേഞ്ചിലാണ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ 2 കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 160 രൂപയാണ് കൊറിയർ ചാർജ്. പക്ഷേ നമ്മൾ 130 രൂപയാണ്. കാരണം നമ്മൾ ഒത്തിരി പ്ലാൻസ് അയക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു 10 റോസ് അയക്കുമ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നതെന്ന് അറിയാം. അതുകൊണ്ടാണ് 130 റുപ്പീസ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ മൊത്തം 500 പ്ലസ് 130 630 രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് കിട്ടുന്നത് അടിപൊളിയായിട്ടുള്ള 10 റോസുകളാണ്. നിങ്ങൾക്കൊരു ഗാർഡൻ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള റോസസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു റോസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്, ഈ ഒരു കോംബോ. ഇപ്പം നിങ്ങൾ ഇതിനകത്തുള്ള ഓരോ റോസുകളും നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് നിന്നായാലും വേറൊരു സെല്ലറിൻ്റെ അടുത്ത് നിന്നായാലും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ആവും. നിയർ ടു 1000 നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റ്സ് മേടിക്കുന്നതിനാവും. എന്നാൽ നിങ്ങൾക്കിത് നഴ്സറികളിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും നഴ്സറികളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ കൊത്തുമഞ്ഞയാണ് കേട്ടോ. കൊത്തുമഞ്ഞയുടെ കളർ കണ്ടോ, എന്ത് രസമല്ലേ കൊത്തുമഞ്ഞ കാണാനായിട്ട്. ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോ കളറിലാണ് വരുന്നത്. ഈ ഒരു കോംബോ എന്ന് പറയുമ്പോൾ നാടൻ വരുന്നുണ്ട്, നാടൻ ബഡ്ഡിങ് വരുന്നുണ്ട്, ക്രീപ്പർ വരുന്നുണ്ട്, ബുഷ് ടൈപ്പ് വരുന്നുണ്ട്, മിനിയേച്ചർ വരുന്നുണ്ട്. എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ളൊരു കോംബോ ആണ്. പുതുതായിട്ട് ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ ഈ ഒരു കോംബോ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാനും ഗാർഡനിലെല്ലാം വരുന്ന രീതിയിലുള്ളൊരു കോംബോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം പട്ട് റോസാണ് കേട്ടോ. പനിനീർ റോസ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ പട്ട് റോസാണ്. പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് കേട്ടോ. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിനാക്കി റോസ്. എന്ത് രസമല്ല റെഡ് പിനാക്കി റോസ് കാണാനായിട്ട്. നിറയെ ഇങ്ങനെ പൂ പിടിക്കുന്ന ഒരു ടൈപ്പ് റോസാണ് റെഡ് പിനാക്കി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും. ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക. പൂക്കളുടെ രാജകുമാരി എന്നാണ് ഈ ഒരു പ്ലാന്റിനെ അറിയപ്പെടുന്നത്. അപ്പോൾ റെഡ് പിനാക്കി റോസ് കണ്ടില്ലേ, ഇത് ഏകദേശം 4-5 പൂക്കളുണ്ട് ഈ ഒരു ബ്രാഞ്ചിൽ. അപ്പോൾ റെഡ് പിനാക്കി റോസ് ഈ ഒരു കോമ്പോയിൽ വരുന്നുണ്ട്. അടുത്ത റോസ് എന്ന് പറയുന്നത് 7 days ആണ്. ഇത് എന്ത് രസമായിട്ട് ഈ 7 days റോസ് നിൽക്കുന്നതെന്ന് കണ്ടില്ലേ. നിറയെ ഇങ്ങനെ പൂക്കളുണ്ടാവും. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്നതാണ് ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി. ഈ ഒരു കോമ്പോയിൽ 7 days റോസ് അല്ലാണ്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 130 to 150 റേറ്റ് വരും കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ സ്വന്തം ഇതാണ് കമ്മൽ റോസാണ്. നിറയെ പൂക്കൾ തരുന്ന കമ്മൽ റോസ് വെറൈറ്റിയാണ് അടുത്തതായിട്ട് കോംബോയിലുള്ളത്. അപ്പോൾ 500 രൂപ പ്ലസ് 130 രൂപ കൊറിയർ ചാർജിൽ 630 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള നാടൻ ബഡ്ഡിങ്ങും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റോസിൻ്റെ കോംബോ ഓഫറാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയാം, ഈ കോംബോയിൽ നമുക്ക് പ്ലാൻസ് മാറ്റിയെടുക്കുന്നത് ആരും വന്ന് ചോദിക്കരുത് കേട്ടോ. ഇതേ പ്ലാൻസ് തന്നെ ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് ചെയ്യണം. താങ്ക് യു.